വെള്ളിയാഴ്ച ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും മതസംഘടനയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് അവർ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിനും MSFനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. അന്ന് ഖാദർ കമ്മിറ്റി ഈ കാര്യത്തിനെ മുന്നോട്ട് വെച്ചിരുന്ന സമയത്ത് സമസ്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സ്കൂളിന്റെ സമയം രാവിലെ 8 മണിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതുക്കുന്ന സമയം എന്ന് പറയുന്നത് മദ്രസ പഠനത്തിനെ ബാധിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് വന്നു. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, വിദ്യാഭ്യാസം എന്നതിന് മതം കോംപ്രമൈസ് ചെയ്യണമെന്നാണോ, മതവിദ്യാഭ്യാസം എന്നതിന് പ്രാഥമിക വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യണം എന്നാണോ നമ്മൾ പറയുന്നത്? ഉത്തരം പറ. ഞാൻ കൂടി പങ്കെടുത്ത ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ MSFന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിരുന്നു. അന്നുണ്ടായിരുന്ന വിഷയം നമ്മുടെ നാട്ടിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഈ രീതിയിലുള്ള മതം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം അനുവദിക്കണമെന്നാണ്. അന്ന് ഞാൻ ആ കുട്ടിയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് എന്തുകൊണ്ട് ഹൈജീനിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഗൈഡ് ലൈനുകൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷവും ആ പെൺകുട്ടിയുടെ അഭിപ്രായം മാറിയിട്ടില്ല. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിന് മുറി വേണമെന്ന ആവശ്യം ഉന്നയിച്ച് 2 ദിവസം മുൻപ് മണിക്കൂറുകളോളം പ്രിൻസിപ്പാളിനെ തടഞ്ഞുവെച്ച വിദ്യാർത്ഥികൾക്ക് പിന്നിൽ ആരാണ്? ഒരു മതവിഭാഗത്തിന് മാത്രമായി പ്രാർത്ഥനയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ആവശ്യം നിരാകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട നിർമ്മല കോളേജിന്റെ അധികാരികൾ, അതിന്റെ മാനേജ്മെന്റുകൾ, അതിന്റെ ബർസാർ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ വ്യക്തമായി കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്യാമ്പസിൽ ഉണ്ടായത്? അത് അവസാനിച്ചു. അത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വന്ന തെറ്റാണ്. അത് ഞങ്ങൾ തിരുത്തി. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിഷയം അവസാനിപ്പിക്കുകയല്ലേ. MSFനെ പ്രതിനിധീകരിച്ച ശ്രീ സജൽ ഇവിടെ പറഞ്ഞ 2 വാക്കുകളാണ് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ഡിമാൻഡ് അവിടെയുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് ഒരു കാരണം ആവേശം എന്നാണ്. രണ്ടാമത്തെ കാരണം അദ്ദേഹം പക്വതയില്ലായ്മയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആവേശവും ഈ പക്വതയില്ലായ്മയും ഒക്കെ തന്നെ നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റിയാണ്. അപ്പൊ അതൊരു ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്, അല്ലാതെ അത് പ്രാഥമിക വിദ്യാഭ്യാസ തലമല്ല. അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന കുട്ടികൾക്ക് പക്വതയില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ ആവേശത്തോടു കൂടി അവർ പെരുമാറി ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്തു. അവർ ചെയ്തിരിക്കുന്ന ഡിമാൻഡ് തെറ്റാണ് എന്ന് ശ്രീ സജലും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ശ്രീ സജൽ, ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? കുട്ടികൾ ഇങ്ങനെ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ പക്വതയില്ലാതെ പെരുമാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം, ഇത്തരത്തിലുള്ള അസംബന്ധ നിലപാടുകൾ എടുക്കുന്നതിനുള്ള പ്രേരണ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾക്കും ശരിക്കും ഉത്തരവാദിത്തം. നമ്മുടെ സമയം തീരെ ശരിയല്ല. ഇപ്പോ ശ്രീ മഞ്ജുഷ്, താങ്കളടക്കം ഓർക്കുന്നുണ്ടാകും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിയായിട്ട് വരുന്നത്. ആ തീയതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. ആ തീയതി പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരം വെള്ളിയാഴ്ച മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സമയം ആവശ്യമുണ്ട്. അത് സാധാരണക്കാർ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അതിൻ്റെ പോളിംഗ് ഓഫീസർമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, ഏജന്റുമാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും മതസംഘടനയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് അവർ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിനും MSFനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് നിസ്കരിക്കുക എന്ന് പറയുന്ന മതപരമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും അവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ അന്നൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം അത് മറ്റൊരു ദിവസത്തേക്കാക്കി മാറ്റണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് പക്വതയുള്ള നിലപാടാണോ? അത് ആവേശത്തിന്റെ പുറത്ത് വന്ന നിലപാടാണോ? അപ്പൊ അങ്ങനെ ഒരു നിലപാട് വലിയ സംഘടനകൾക്ക്, വലിയേട്ടന്മാർക്ക് ഒക്കെ തന്നെ എടുക്കാമെങ്കിൽ കുട്ടി സംഘടനകൾക്കും കുട്ടികൾക്കും ഇതേപോലെയുള്ള നിലപാട് എടുക്കാമോ എന്നുള്ളതാണ് ശ്രീ സജലിനോടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ കേരളത്തിൽ ഈ സ്കൂൾ സമയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പരിഷ്കരിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ഖാദർ കമ്മിറ്റി ഈ കാര്യത്തിനെ മുന്നോട്ട് വെച്ചിരുന്ന സമയത്ത് സമസ്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ?
സ്കൂളിന്റെ സമയം രാവിലെ 8 മണിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതുക്കുന്ന സമയം എന്ന് പറയുന്നത് മദ്രസ പഠനത്തിനെ ബാധിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് വന്നു. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, വിദ്യാഭ്യാസം എന്നതിന് മതം കോംപ്രമൈസ് ചെയ്യണമെന്നാണോ, മതവിദ്യാഭ്യാസം എന്നതിന് പ്രാഥമിക വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യണം എന്നാണോ നമ്മൾ പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അടുത്തത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം എന്ന് പറയുന്നത് സെക്യുലർ ആയിരിക്കണം എന്നുള്ള ഒരു വാദം. ആ വാദത്തിന് എതിരായിട്ട് ഇല്ല, മതചിഹ്നം അല്ലെങ്കിൽ മതം നിഷ്കർഷിക്കുന്ന വസ്ത്രം നമുക്കത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർണാടകയിൽ ഹിജാബ് വിഷയം നടക്കുന്ന സമയത്ത് കേരളത്തിലും ഹിജാബ് വിഷയം നടന്നു, ഐക്യദാർഢ്യം നടന്നു. അപ്പൊ ഇസ്ലാം മതത്തിലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഹിജാബ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഇസ്ലാം പണ്ഡിതർ തന്നെ പറഞ്ഞതിന് ശേഷവും ആ വിവാദം നമ്മുടെ നാട്ടിൽ കത്തിപ്പടർന്നു. ഒപ്പം ശ്രീ സജൽ അറിയാൻ വേണ്ടി ഞാൻ കൂടി പങ്കെടുത്ത ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ MSFന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിരുന്നു. അന്നുണ്ടായിരുന്ന വിഷയം നമ്മുടെ നാട്ടിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഈ രീതിയിലുള്ള മതം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം അനുവദിക്കണമെന്നാണ്. അന്ന് ഞാൻ ആ കുട്ടിയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് എന്തുകൊണ്ട് ഹൈജീനിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഗൈഡ് ലൈനുകൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷവും ആ പെൺകുട്ടിയുടെ അഭിപ്രായം മാറിയിട്ടില്ല. എന്തോന്നടേ ഇത്, തലച്ചോറില്ലേടേ? തലച്ചോറിന് പകരം പൊതിച്ചോറാണോ? MSFന്റെ ഭാരവാഹിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ഈ രീതിയിലത്തേക്ക് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചേട്ടന്മാരും ചേച്ചിമാരും ചേട്ടൻ ചേച്ചി സംഘടനകളും ഇവിടെയുള്ള കുട്ടികൾക്ക് ഇതെന്തോ രീതിയിലുള്ള ഒരു പ്രത്യേക അവകാശമാണെന്നോ ഇതിനു വേണ്ടി വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാർക്കും പരാതിയില്ല. എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ആദ്യം തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു തരത്തിലും ഒരു സമരം ചെയ്യാനോ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കാനോ ഞങ്ങൾ നിന്നിട്ടില്ല. ഒരു സംഘടനാപരമായി ഒരു ഐഡന്റിറ്റിയും MSFന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ വളരെ ആസൂത്രിതമായിട്ടാണോ ഇവിടെ ഈ വിവാദം ഇന്ന് ഉണ്ടായതെന്ന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ അൽമായ ഫോറത്തിന്റെ പ്രതിനിധിക്ക് സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സംശയിക്കാനുള്ള അവകാശവും അർഹതയും എല്ലാം ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. MSFന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിന് മറുപടി പറയുക. വളരെ ബുദ്ധിപൂർവ്വം ശ്രീജിത്ത് പണിക്കർ ഈ നിസ്സാരമായ ഒരു വിഷയത്തെ വിദ്യാർത്ഥികളുടെ, കുട്ടികളുടെ, നമ്മളൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുടെ, കുട്ടികളുടെ എന്ന് പറഞ്ഞ് കണക്കാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ ശ്രീജിത്ത് പണിക്കർ കൊണ്ടുപോയി കേട്ടിയത് ഏത് വിഷയത്തിലേക്കാ? പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ബഹുമാനപ്പെട്ട ഇപ്പോൾ അൽമായ ഫോറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ, ക്രൈസ്തവ സഭയുടെ ബഹുമാനപ്പെട്ട ആളുകൾ ഞായറാഴ്ചയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യ ജനാധിപത്യമല്ലേ ഈ രാജ്യം. ഒന്ന് അധികാരികളോട്, സർക്കാരുകളോട്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരവർഗങ്ങളോട് ഇങ്ങനെ ഒരു അസൗകര്യം ഞങ്ങൾക്കുണ്ട്, അതൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അവിടെയൊന്നും ഒരു ഹിഡൻ അജണ്ടയുമായിട്ടല്ല ഒരു മതസംഘടനയും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ഒരു MSFകാരൻ പോലും ഈ ആവശ്യം ഉന്നയിക്കുകയോ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ ഉറപ്പിച്ച് ഞങ്ങളുടെ സംഘടനാ നിലപാട് ഞങ്ങളോട് പറയുകയാണ്. ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. ഒരു പൊതു അവധി ദിവസം തെരഞ്ഞെടുപ്പ് വെക്കുന്നത് പോലെയല്ല ഒരു വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെക്കുന്നത്. എന്ന് വെച്ചാൽ പൊതു അവധി ദിവസം എന്ന് പറയുന്നത് അവധിയാണ് ശ്രീ സജൽ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ അവധിയല്ല. താങ്കൾ എന്ത് പറഞ്ഞാലും. അപ്പൊ താങ്കൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്നോടുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, ഞായറാഴ്ചയുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന. ഞായറാഴ്ച പൊതു അവധിയാണ് സാർ. 2, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം, വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പൊതു അവധിയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ? പൊതു അവധി അല്ലാത്ത ദിവസം. കേരളത്തിൽ എന്താ താങ്കൾ ശ്രീ സജൽ പറഞ്ഞത്? വെള്ളിയാഴ്ചകളെല്ലാം കേരളത്തിൽ അവധിയാണെന്നാണോ? കേരളത്തിൽ വെള്ളിയാഴ്ച ഒരു മുസ്ലിമും ജോലിയില്ല എന്നാണോ പറയുന്നത്? എന്ത് അസംബന്ധമാണ് പറയുന്നത്? കേരളത്തിൽ വെള്ളിയാഴ്ച പൊതു അവധിയല്ല, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ വാദം തന്നെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. എങ്കിൽ പിന്നെ നമുക്ക് വേറെ ദിവസം ആക്കാം, വ്യാഴാഴ്ചയാക്കാം. ശരി, എനിക്ക് പരാതിയില്ല. പക്ഷെ എന്റെ പോയിന്റ് അതായിരുന്നില്ലല്ലോ. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് പൊതു അവധി അല്ലാത്ത ഒരു ദിവസം
അത് വെച്ചാൽ എന്താണ് കുഴപ്പം? തിങ്കളാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല, വെള്ളിയാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ച വെക്കുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ പൊതു അവധി അല്ലാത്ത ഒരു ദിവസത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യം അതിൽ കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇളവ് വേണം, ഒരു എക്സംഷൻ വേണം എന്ന രീതിയിൽ പറയുന്നു. ഇതിന്റെ എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞത്. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ സമസ്ത ഉൾപ്പെടെ പറയുന്നത് എന്താണ്? സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ MSFനുമുള്ള ബന്ധം എന്താണെന്ന് അറിയാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് രാവിലെ 8 മണിക്ക് പറ്റത്തില്ലെന്ന്. അത് കാരണം എന്താ? മദ്രസയുണ്ട്, മദ്രസയുടെ സമയവുമായിട്ട് ക്ലാഷ് ആവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, MSFന്റെ ഭാരവാഹിയാണ് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മതവസ്ത്രം വേണം എന്ന രീതിയിലത്തേക്കുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ആരോപണമല്ല, നേരെ മറിച്ച് വളരെ ഫ്രീ ആയിട്ട് കുറേയധികം കുട്ടികൾക്ക് ഒരു പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ബന്ദിയാക്കി വെക്കുന്ന രീതിയിലത്തേക്ക് മുദ്രാവാക്യം വിളിക്കുന്നതിനുള്ള പ്രേരണ എവിടെ നിന്ന് കിട്ടി? അത് ശരിയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടാണ്. താങ്കൾ പറഞ്ഞ് എങ്ങനെയൊക്കെ ഈ കുട്ടികളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചാലും, അതായത് എന്താണ്, കുഞ്ഞുങ്ങളാണെന്നല്ലേ, ചെറിയ കുട്ടികളാണ്, പക്വതയില്ലാത്തവരാണ്, ശരി, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഡിമാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അറിയാത്ത ആൾക്കാരാണോ നിർമ്മല കോളേജിൽ പഠിക്കുന്നത്? അത് താങ്കൾ ചിലപ്പോൾ കുട്ടികളാണെന്ന് പറയും, പക്ഷേ ആ കോളേജ് അധികാരികൾ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഡിമാൻഡ്, ഒരു റിക്വസ്റ്റ്, ഒരു താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ നോട്ട്, അത് കൊടുക്കുന്നതിന് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്നും അതിന്റെ സാമാന്യ മര്യാദ എന്താണ് എന്നും അറിയാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരാൾ. എന്തിനേറെ ഹൈസ്കൂളിലോ UP സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എങ്ങനെയാണ് ഒരു കാര്യം പ്രൊസീജിയറലായിട്ട് ചെയ്യേണ്ടത്, അതിനൊരു റിക്വസ്റ്റ് കൊടുക്കണമെന്നറിയാം. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവിടെയുള്ള കുട്ടികൾക്കുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കത്ത് തയ്യാറാക്കി ആ കത്ത് അവിടെ കൊടുത്ത് ആ കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം അവിടെ പോയിട്ട് ഈ പക്വതയില്ലായ്മയുടെ പുറത്തിൽ ഈ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നതിന് ശേഷം ഒരു പ്രിൻസിപ്പലിനെ അവിടെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പക്വതയില്ലായ്മയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ഈ എല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവിടെ സംഘടനയുടെ മുദ്രാവാക്യങ്ങളില്ല, പക്ഷെ വിദ്യാർത്ഥി ഐക്യം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ശ്രീ സജൽ ഇതുവരെയും മറുപടി പറയാതെ തെന്നിമാറി. ഞാൻ ചോദിക്കുന്നത്, MSF എന്ന് പറയുന്ന സംഘടനയിലുള്ള അംഗങ്ങളോ നിങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരോ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ നടപടി എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് MSFന്റെ ഒരു ഭാരവാഹി നടത്തിയ ചർച്ചയെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. അന്ന് ആ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ആ ചർച്ചയിൽ അതേ ചാനലിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ MSFന്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് MSFന്റെ നിലപാടല്ല. വ്യക്തിപരമായി ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ MSFന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി ആ ശ്രീജിത്ത് പണിക്കർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പകുതി അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് മറ്റുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആൾക്കാർക്ക് അവസരമുണ്ടാക്കുന്നു എന്ന് പറയുന്നതിലെ കാര്യം എന്താണ്? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഇവിടെ ഇല്ലാത്തതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ താങ്കൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചു. താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ TV ചാനൽ ചർച്ചയുടെ അവസാനം ഒരു സെക്കൻഡ്, ഈ TV ചാനൽ ചർച്ചയുടെ അവസാനം ഞാനൊന്ന് പറയുന്നത് താങ്കൾ കേൾക്കൂ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ആ TV ചാനൽ ചർച്ചയുടെ അവസാനം MSFന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ വിളിച്ച് അവിടെ ആര് വിളിച്ചു എന്നാണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് പ്രസിഡന്റ് ആണോ? അദ്ദേഹമാണ് അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് ആ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി സംസ്ഥാന സെക്രട്ടറി MSF എന്ന പേരിലാണ്, എന്ന ടൈറ്റിലിനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. MSFന്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ആ പദവി ദുരുപയോഗിച്ചുകൊണ്ടാണോ വന്നത്? അതോ ആ കുട്ടി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിന് വേണ്ടി പാർട്ടിയിൽ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തിനെ ദുരുപയോഗിച്ചു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്.
തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ടൈറ്റിലിൽ വന്നുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന, സംഘടനയുടേതല്ലാത്ത മറ്റൊരു അഭിപ്രായം അവിടെ പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അത് ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ. അപ്പൊ ഇത് എന്തെങ്കിലും കാര്യത്തിൽ ആരോപണം വരുന്ന സമയത്ത് തോന്നി ഞാൻ ഞാൻ ഇടപെടുകയാണ്. പറഞ്ഞിട്ടുണ്ട്. സജൽ നടപടിയെടുത്തു എന്ന് തന്നെയാണല്ലോ താങ്കളുടെ നിലപാടല്ലേ? ശ്രീജിത്ത് പണിക്കരുടെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വമൊന്നും MSFനില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടി കയറണേ? ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.